ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ നിഫ്റ്റി ഈ വീക്ക് ക്ലോസ് ചെയ്തു പോസിറ്റീവ് നോട്ടിലാണ് ഗ്രൂപ്പ് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീക്കിലെ സ്റ്റോക്സ് ഏതൊക്കെയാണ്, അതായത് അടുത്ത വീക്കിൽ ബ്രേക്കൗട്ട് കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്സ്, അതിൻ്റെ മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്സ് ഏതൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. അതിന് മുന്നേ നമുക്ക് നിഫ്റ്റിയുടെ ഒരു ചെറിയ വീക്കിന് അനാലിസിസ് പറഞ്ഞ ശേഷം നമുക്ക് സ്റ്റോക്സിലേക്ക് പോകാം. അപ്പോൾ നിഫ്റ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. മോസ്റ്റ്ലി 25,140 to 200 റേഞ്ചിന് മുകളിൽ ബ്രേക്കൗട്ട് ചെയ്താൽ നല്ലൊരു മൊമെൻറ്റം കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. ആൻഡ് നിഫ്റ്റി ഇതേപോലെ തന്നെയാണ് 25,200 റേഞ്ച് ബ്രേക്ക് ചെയ്തു. ആൻഡ് 25,637 ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന ഡേയ്സിൽ ചിലപ്പോൾ മേ ബി ഒരു പുൾ ബാക്ക് പ്രതീക്ഷിക്കാം. പുൾ ബാക്ക് കിട്ടിയതിന് ശേഷം വീണ്ടും അപ്പ് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം നിഫ്റ്റിയുടെ ഒരു ഡീറ്റെയിൽ അനാലിസിസ് ഞാൻ ശനി ഞായർ ദിവസങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്കിന്ന് വലിച്ചു നീട്ടാതെ സ്റ്റോക്സിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റോക്ക് ഒപ്റ്റിമസ് ഇൻഫ്രാകോമാണ്. അപ്പോൾ ഒപ്റ്റിമസ് ഇൻഫ്രാകോം ഞാൻ കഴിഞ്ഞ ആഴ്ച വാച്ച് ലിസ്റ്റിലിട്ട സ്റ്റോക്കാണ്. അപ്പോൾ നമുക്കിവിടെ അറിയാം, നമ്മളിവിടെ എല്ലാം കഴിഞ്ഞ ആഴ്ച ഈ സ്റ്റോക്കിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രേക്കൗട്ട് ഏരിയാസ് ഏതൊക്കെയാണ്, റീടെസ്റ്റ് ചെയ്തു, ഡിമാൻഡ് സോണിൽ നിന്ന് സ്റ്റോക്കും അപ്പ് പോയി, വീണ്ടും ഒരു ബ്രേക്കൗട്ട് നടന്നു. ആൻഡ് ബ്രേക്കൗട്ടിന് ശേഷം ഞാൻ പറഞ്ഞ സോണിലേക്ക് എത്തിയിട്ടുണ്ട്. മോസ്റ്റ്ലി 624 റേഞ്ചിലേക്ക് തിരിച്ച് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിന് മോസ്റ്റ്ലി ഇവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ വരികയാണെങ്കിൽ മോസ്റ്റ്ലി ഒരു 22% മൂവ്മെൻറ്റ് നമുക്കിവിടെ പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ബ്രേക്കൗട്ട് ക്യാൻഡിലുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്കൗട്ട് ക്യാൻഡിലാണ്. ആൻഡ് അതിനുശേഷം വളരെ ലെസ് വോളിയത്തിലാണ്, നമുക്ക് വോളിയം കൂടെ ചെക്ക് ചെയ്തിട്ട് പോകണം. വോളിയം കണ്ടില്ലേ, വളരെ ലെസ് വോളിയത്തിലാണ് ഒരു പുൾ ബാക്ക് കിട്ടിയത്. നമുക്ക് ഈ ഒരു പ്രോബബിലിറ്റി ഉണ്ട്, ഇവിടെ നിന്ന് ഒരു അപ്പ് മൂവ്മെൻറ്റ് തരുകയാണെങ്കിൽ സ്റ്റോക്ക് നല്ല രീതിയിൽ അപ്പ് പോകാൻ സാധ്യതയുണ്ട്. ആൻഡ് എവിടെയാണ് ഈ സ്റ്റോക്ക് പുൾ ബാക്ക് തന്നതെന്ന് ചോദിച്ചാൽ 1021 EMAയിലാണ് ഈ സ്റ്റോക്ക് പുൾ ബാക്ക് തന്നത്. നമുക്ക് ഇവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ വരുമോ ഇല്ലേ നമുക്ക് വാച്ച് ചെയ്ത ശേഷം ഒരു ബ്രേക്കൗട്ട് ക്യാൻഡിൽ വരികയാണെങ്കിൽ മാത്രം നമുക്കിവിടെ ട്രേഡ് എടുക്കാം. അപ്പോൾ ഒപ്റ്റിമസ് ഇൻഫ്രാകോം നിങ്ങളെല്ലാവരും വാച്ച് ലിസ്റ്റിൽ ഇടുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക് LT ഫുഡ്സ് ആണ്. LT ഫുഡ്സിൻ്റെ മന്ത്ലി ചാർട്ട് ഞാൻ ആദ്യം കാണിക്കാം. മന്ത്ലി ചാർട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവാൻ കണ്ടില്ലേ, മന്ത്ലിയിൽ നല്ല രീതിയിലൊരു ബ്രേക്കൗട്ട് നടത്തിയിട്ടുണ്ട്. ഈ മന്ത് നല്ല ബ്രേക്കൗട്ടാണ് LT ഫുഡ്സിൽ വന്നിട്ടുള്ളത്. ആൻഡ് ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. ആൻഡ് വീക്കിലി നോക്കുകയാണെങ്കിൽ കണ്ടോ, ഒരു ബ്രേക്കൗട്ട് നടന്നു, ഒരു വലിയ പുൾ ബാക്ക് കിട്ടി. ആൻഡ് പുൾ ബാക്ക് കിട്ടിയിട്ട് എവിടെയാണ് തിരിച്ച് സ്റ്റോക്ക് കയറിയത്? സ്റ്റോക്ക് തിരിച്ച് സപ്പോർട്ടിൽ നിന്നാണ് തിരിച്ച് വീണ്ടും ഒരു ബൈയിങ് പ്രഷർ കാണിച്ചത്. ഒരു നല്ല രീതിയിൽ ബ്രേക്കൗട്ട് തന്നു, ബട്ട് ബ്രേക്കൗട്ട് സസ്റ്റെയിൻ ചെയ്യാതെ ഒരു പുൾ ബാക്കിലേക്കാണ് വന്നത്. ആ പുൾ ബാക്ക് വന്നപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? സാധാരണക്കാരായ ആളുകളെല്ലാം ഒരുപാട് പേര് സ്റ്റോക്ക് വിറ്റഴിച്ചു. അപ്പോൾ ആ സ്റ്റോക്സ് എല്ലാം ആരായിരിക്കും വാങ്ങിയിരിക്കുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് വാങ്ങിയിട്ടുണ്ട്. ആൻഡ് അവർ അവിടെ നിന്ന് തിരിച്ച് സപ്പോർട്ട് റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും ഒരു ബൈയിങ് പ്രഷർ കാണിച്ചു. ഇന്നൊരു ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി ഒരു 500 റേഞ്ചിൽ സ്റ്റോക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ മന്ത്ലി ബ്രേക്കൗട്ടും എല്ലാം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ടാർഗറ്റ് 610, മോസ്റ്റ്ലി 200 പോയിൻറ്റ്സ് അപ്പ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വാച്ച് ചെയ്ത ശേഷം സ്റ്റോക്കിൽ ഒരു പുൾ ബാക്ക് ഒക്കെ വരുവാണെങ്കിൽ ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി പ്രകാരമൊക്കെ നമുക്ക് സ്റ്റോക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഞാനും അങ്ങനെയൊക്കെ ആയിരിക്കും ഈ സ്റ്റോക്ക് വാങ്ങാൻ നോക്കുന്നത്. ബേസിക്കലി ഉടനെ ചാടിക്കറി വാങ്ങത്തില്ല, ഒരു പുൾ ബാക്ക് കിട്ടുമ്പോഴത്തേക്ക് ആ പുൾ ബാക്കിൽ വാങ്ങി ഹോൾഡ് ചെയ്ത് നല്ലൊരു ടാർഗറ്റിലേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്തിടുക, LT ഫുഡ്സ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ IT മേഖലയിൽ നിന്നുള്ള സ്റ്റോക്കാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ITയിൽ നല്ല ഒരു ബുള്ളിഷാണ് ഞാനെന്ന്. കണ്ടില്ലേ, ഈ സ്റ്റോക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മോസ്റ്റ്ലി അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് മോസ്റ്റ്ലി എത്ര ശതമാനം, 84% ഈ സ്റ്റോക്ക് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെ നിന്ന് ഈ സ്റ്റോക്ക് എന്ത് സംഭവിച്ചു, ഒരു സപ്പോർട്ട് റേഞ്ചിൽ നിന്ന് തിരിച്ച് കയറുകയാണ് ഉണ്ടായത്. കണ്ടില്ലേ, ഇതാണ് ഈ സ്റ്റോക്കിൻ്റെ ഒരു സപ്പോർട്ട് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്. കഴിഞ്ഞ ഒരു വട്ടം ഈ സ്റ്റോക്ക് ഇടിഞ്ഞ് താഴെ വന്നപ്പോഴും ഈ ഒരു സപ്പോർട്ട് റേഞ്ച് 66 എന്നുള്ള റേഞ്ചിൽ നിന്നാണ് ഈ സ്റ്റോക്ക് തിരിച്ച് കയറിയത്. ആൻഡ് നമുക്ക് വീണ്ടും അതിൻ്റെ ഡേ ചാർട്ടിൽ പോവുകയാണെങ്കിൽ നമുക്കിവിടെ നോക്കി ഇവിടെ ഒരു ബേസ് ഉണ്ടാക്കി, കണ്ടില്ലേ, ഒരു സ്ട്രോങ് ബ്രേക്കൗട്ട് തന്നു. ഒരു ചെറിയ ബേസിൽ നിന്ന് ഈ സ്റ്റോക്ക് വീണ്ടും സ്ട്രോങ് ബ്രേക്കൗട്ട് നടത്തി അപ്പ് പോയി. ആൻഡ് അപ്പ് പോയ ശേഷം എന്ത് സംഭവിച്ചു, ഈ സ്റ്റോക്കിൽ ഇവിടെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്താണ് ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. ഈ ഗ്യാപ്പിലാണ് ഈ സപ്പോർട്ട് എടുത്ത് നിൽക്കുന്ന സ്റ്റോക്ക്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയേ, ഇവിടെ നിന്നും താഴ്ന്ന ബേസിൽ നിന്ന് ഒരു ബ്രേക്കൗട്ട് തന്നാണ് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തത്. കണ്ടില്ലേ, സ്ട്രോങ് ബ്രേക്കൗട്ട് തന്ന് ഒരു പുൾ ബാക്ക് തന്നു. ഒരു 10 EMAയിലാണ് പുൾ ബാക്ക് തന്നിരിക്കുന്നത്. ആൻഡ് എവിടെയാണ് ഈ സ്റ്റോക്ക് നിൽക്കുന്ന റേഞ്ച് ഇപ്പോൾ 107.44. ആൻഡ് എവിടെയൊക്കെ വരെ ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, 118 ആൻഡ് 128 വരെയൊക്കെ നമുക്ക് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഒരു 10 EMAയിലാണ് ഈ സ്റ്റോക്ക് ഇപ്പം പുൾ ബാക്ക് നടത്തിയിരിക്കുന്നത്. നമുക്ക് ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റ് ഇടാം. സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് ലിമിറ്റഡ്, STL ലിമിറ്റഡ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക്
ഇൻഡെഫ് മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞ കമ്പനിയാണ്, ഒരു ബജാജ് ഗ്രൂപ്പ് കമ്പനിയാണ്. ഈ സ്റ്റോക്ക് ഒരു യങ് IPO സ്റ്റോക്കാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നത്തെ ഒരു ബ്രേക്ക് ഔട്ട് ആദ്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ ബേസിൽ നിന്ന് വന്ന IPO ബ്രേക്ക് ഔട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും വലിയ മൂവ്മെൻറ്റാണ്, മാസീവ് മൂവ്മെൻറ്റാണ് ആ ഒരു ബ്രേക്ക് ഔട്ട് തന്നത്. ഒരു പുൾ ബാക്ക് പോലും തരാതെ മോസ്റ്റ്ലി 98%, മോസ്റ്റ്ലി ഒരു 100% മൂവാണ് തന്നത്. 237 നിന്ന് മോസ്റ്റ്ലി ഈ സ്റ്റോക്ക് അപ്പ് പോയത് എത്ര റേഞ്ചാണ്? 100% മൂവാണ് തന്നത്. 478 എന്നുള്ള രീതിയിലാണ് ഈ യങ് IPO സ്റ്റോക്കായ ഒരു ബജാജ് ഗ്രൂപ്പ് കമ്പനിയായി ഇൻഡെഫ് മാനുഫാക്ചറിംഗ് തന്നത്. ആൻഡ് അതിനുശേഷം ഒരു 10 EMAയിൽ സ്റ്റോക്ക് എന്ത് ചെയ്തു? കൺസോളിഡേറ്റ് ചെയ്തു. ആൻഡ് അടുത്ത ഇന്നൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് ഇതിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഹൈ ടൈറ്റ് ഫ്ലാഗ് ഫോർമേഷനാണ് ഇതിൽ കിടക്കുന്നത്. കണ്ടില്ല, ഒരു ഹൈ ടൈറ്റ് ഫ്ലാഗ് ഫോർമേഷൻ കണ്ട് ഇത്രയും വലിയൊരു ഫ്ലാഗ്, പോൾ ആൻഡ് ഫ്ലാഗ് ഫോർമേഷൻ നമുക്കിവിടെ കാണാം. ഒരു ഫ്ലാഗ് ബ്രേക്ക് ഔട്ട് ഇവിടെ തന്നിട്ടുണ്ട്. എബോവ് 472 മേ ബി നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയെന്നിരിക്കാം. അപ്പോൾ എല്ലാവരും ചാടിക്കയറിയൊക്കെ ഇതേപോലത്തെ സ്റ്റോക്കുകൾ ചേരാതിരിക്കുക. കാര്യം ഇതിൻ്റെ മൊമെൻറ്റം മാസീവ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയായിരിക്കും. അപ്പം പഠിച്ച ശേഷം മാത്രമേ നിങ്ങൾ ഇതിൻ്റെ ട്രേഡിംഗ് ഡെസിഷൻസ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ശങ്കര ബിൽഡിംഗ് ആണ്. ശങ്കര ബിൽഡിംഗ് എൻ്റെ ഒരു ഫേവറേറ്റ് സ്റ്റോക്കാണ്. ഞാൻ പണ്ട് ഒരുപാട് തവണ റിസർച്ച് നടത്തിയ സ്റ്റോക്കാണ് ഈ സ്റ്റോക്ക്. അപ്പോൾ നോക്കിയാൽ ശങ്കര ഒരു 921 വരെയൊക്കെ ഒരു സമയത്ത് പോയിരുന്നു. ആ സമയത്ത് പോയ ശേഷം ഈ സ്റ്റോക്ക് എന്ത് സംഭവിച്ചു? നല്ല രീതിയിൽ ഡൗൺ സൈഡ് വന്നു. ആൻഡ് 458 എന്നുള്ള റേഞ്ചിൽ സപ്പോർട്ട് എടുത്തു. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ 458 എന്ന റേഞ്ചിൽ നിങ്ങൾ കണ്ടില്ല, ഒരു W പാറ്റേൺ എടുത്താണ് ഈ സ്റ്റോക്ക് അപ്പ് പോയത്. ആൻഡ് പോയ ശേഷം തിരിച്ച് വീണ്ടും 466 എന്നുള്ള റേഞ്ചിൽ വന്നു. ആൻഡ് ഇതൊരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യുകയായിരുന്നു നടത്തിയത്. ഈ ഏരിയ ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്ത് സ്റ്റോക്ക് അപ്പ് പോയി അല്ലേ? കണ്ടോ, ഇത് മുന്നേ നോക്കിയാൽ ഇതിൻ്റെ മുന്നേ ഈ സോൺ ഒരു ഡിമാൻഡ് ഏരിയ ആയിരുന്നു. ഈ സ്റ്റോക്ക് കറക്റ്റ് ഡിമാൻഡിൽ തന്നെയാണ് ഈ സ്റ്റോക്ക് അപ്പ് പോകാൻ സാധിച്ചത്. ആൻഡ് നമുക്കിവിടെ കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാം. കണ്ടില്ലേ, ഒരു ബ്രേക്ക് ഔട്ട് തന്ന ശേഷമാണ് ഒരു ഫ്രഷ് മൂവ് അപ്പ് സൈഡ് തന്നു ഈ സ്റ്റോക്ക്. കണ്ടില്ലേ, നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നു. ഈ ഒരു സോണിൽ നിന്നൊരു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം എന്താണ് സംഭവിച്ചത്? ബ്രേക്ക് ഔട്ട് തന്നു, ഉടനെ നല്ലൊരു മൂവ്മെൻറ്റ് തരുന്നു. ആൻഡ് കണ്ടില്ലേ, ഇവിടെയല്ല ചെറിയ കൺസോൾട്ടേഷൻ തരുന്നു. ആൻഡ് വീണ്ടും അപ്പ്. ഇതാണ് ഒരു ബേസ് ഓൺ ബേസ് സെറ്റപ്പാണ് ഈ സ്റ്റോക്ക് കേട്ടോ. ഓരോ തവണ ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷവും വീണ്ടും ചെറിയൊരു ബേസ് തന്നു. ആ ബേസ് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോവുകയാണ്. ആൻഡ് വീണ്ടും ഒരു ബേസ് തരികയാണ്. ഒരു ഹൈ ടൈറ്റ് ഫ്ലാഗ് ഫോർമേഷൻ പോലെ തന്ന് ബേസ് ഓൺ ബേസ് സെറ്റപ്പാണിത്. അപ്പോൾ ഇതൊരു സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുകയാണ്. 1000 റേഞ്ചിൽ ഈ സ്റ്റോക്ക് ഒരു അക്യുമുലേഷൻ നടക്കുകയാണ്. ആൻഡ് ഈ അക്യുമുലേഷൻ നടക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ വോളിയം ഒന്ന് പരിശോധിക്കാം. കണ്ടോ, വോളിയം വളരെ ലോ ആണ്. വോളിയം ഭയങ്കരമായിട്ട് ലോ ആണ്. അപ്പോൾ നമുക്കും ഈ സ്റ്റോക്കിൽ ഒരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റ് ഇടുക. ഓക്കെ, ആൻഡ് എബോവ് 1030 ഒക്കെ ഈ സ്റ്റോക്ക് ചിലപ്പോൾ മൂവ്മെൻറ്റ് തരും. അടുത്ത വീണ്ടും ഒരു 70 പോയിൻറ്റ്സ് മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. ആൻഡ് മോസ്റ്റ്ലി ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ 1266 ഈ റേഞ്ച് വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റോക്ക് ബിഹേവ് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മാർക്കറ്റ് കണ്ടീഷനൊക്കെ പോലെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിലിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ശങ്കര. അടുത്ത സ്റ്റോക്ക് എന്താണ്? സുദർശൻ കെമിക്കൽസ് ആണ്. അപ്പോൾ ഞാൻ വിവിധ സെക്ടേഴ്സിൽ നിന്ന് സ്റ്റോക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇന്ന സെക്ടർ മാത്രം ഫോക്കസ് ചെയ്തു എന്ന് പറയുന്നില്ല. എല്ലാ സെക്ടറിൽ നിന്നും പറ്റുന്ന രീതിയിൽ നല്ല കണ്ടീഷനിലുള്ള സ്റ്റോക്കുകൾ, നല്ലൊരു പ്രൈസ് ആക്ഷൻ കാണിക്കുന്ന സ്റ്റോക്കുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു പഠനം അങ്ങനെ രീതിയിലാക്കുക. ഒറ്റ സെക്ടർ മാത്രം നോക്കാതെ എല്ലാ സെക്ടേഴ്സിലും ചിലപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകളുണ്ടാവും. ആ സ്റ്റോക്കുകളെല്ലാം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, ഒരു ബ്രേക്ക് ഔട്ട് കാണുന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വീക്ക്ലി ചാർട്ട് ഒന്ന് പോയി നോക്കാം. കണ്ടില്ലേ, ഈ ഒരു വീക്ക്ലി ഏരിയയിൽ നിന്ന് നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് തന്നിരുന്നു ഈ സ്റ്റോക്ക്. കണ്ടില്ലേ, നല്ല ബ്രേക്ക് ഔട്ട് തന്നു. ആൻഡ് ബ്രേക്ക് ഔട്ട് ഉടനെ കയറി മൂവ്മെൻ്റ് എല്ലാം ഉണ്ടായത്. ഒരു പുൾ ബാക്ക് കിട്ടി. ആ പുൾ ബാക്കാണ് ഇപ്പം നടക്കുന്നത്. കണ്ടില്ലേ, ഒരു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം ഒരു ടൈറ്റ് ഫുൾ ബാക്കാണ് ഇവിടെ കാണുന്നത്. കണ്ടോ, ഒരു ടൈറ്റ് പുൾ ബാക്കാണ്. അപ്പം ബ്രേക്ക് ഔട്ട് ക്യാൻഡലിൻ്റെ മുകളിൽ തന്നെയാണ് ഈ സ്റ്റോക്ക് ഇപ്പോഴും നിലവിൽ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പം ബ്രേക്ക് ഔട്ട് ഉടനെ ചാടിക്കയറി എടുക്കാത്തതിൻ്റെ കാര്യവും ഇതേപോലെയുള്ള പുൾ ബാക്കുകൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഉടനെ കയറി ചാടിക്കയറി എടുക്കാത്തത്. ഈ പുൾ ബാക്കുകൾ ട്രേഡ് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇവിടെയാണ് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളെ പറ്റിക്കുന്നത്. ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. ആൻഡ് ഈ ക്യാൻഡിലൊക്കെ പോട്ടെ. ഇപ്പോൾ ഈ ക്യാൻഡിലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ സംഭവിക്കുക, ഈ സ്റ്റോക്ക് ഇപ്പോൾ ഇടിഞ്ഞ് താഴെ വീഴുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ എന്താ, ഈ ക്യാൻഡിലൊക്കെ കാണുമ്പോഴത്തേക്ക് ഇത്രയും വലിയൊരു ബെയറിഷ് ക്യാൻഡിൽ തന്ന ശേഷം സ്റ്റോക്ക് വീണ്ടും അപ്പ് പോയി. അപ്പോൾ ഇന്നൊരു ബ്രേക്ക് ഔട്ട് ശ്രമം നടത്തിയിട്ടുണ്ട് ഈ സ്റ്റോക്ക്. ആൻഡ് എവിടെ വരെയൊക്കെ നമുക്ക് ടാർഗറ്റ് പ്രതീക്ഷിച്ചതെന്ന് വെച്ചാൽ ആദ്യത്തെ ടാർഗറ്റ് ഒരു 1297. ഈ മുന്നത്തെ ഹൈ വരെയൊക്കെ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റ് 1453 വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കണ്ടില്ലേ, സ്റ്റോക്ക് ഒരു സിക്സാക് മൂവ്മെൻറ്റാണ് ഇതുവരെയും തന്നിട്ടുള്ളത്. അപ്പ് പോവും, ഡൗൺ വരും. കണ്ടില്ല, അപ്പ് പോവും, ഡൗൺ വരും, അപ്പ് പോവും, ഡൗൺ വരും. പെട്ടെന്നൊരു മൂവ്മെൻറ്റ് ഞാൻ ഇതിൽ പ്രതീക്ഷിക്കുന്നില്ല.
അപ്പോൾ നമുക്കിത് സ്റ്റോക്കൊന്ന് വാച്ച് ലിസ്റ്റിലിട്ട് ഈ സ്റ്റോക്ക് എങ്ങനെ ട്രേഡ് ചെയ്യുമെന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നോക്കാം. എന്തായാലും 1.03 വരെയൊക്കെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു ബേസ് നിന്ന് കണ്ടില്ലേ, ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഈ സ്റ്റോക്ക് ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് തന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ വലിയ വലിയ ഏരിയസിലേക്ക് 1700 എന്നുള്ള റേഞ്ചിലേക്കൊക്കെ പോകാൻ വരുന്ന വീക്സിൽ സാധ്യതയുണ്ട്. അപ്പം എത്ര ഫാസ്റ്റായിട്ടാണ് നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് അങ്ങനെയാണ്. സുദർശൻ കെമിക്കൽസ്. അപ്പോൾ നിങ്ങളൊന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. ഓക്കെ, അടുത്ത സ്റ്റോക്കാണ് ഇൻഡിഗോ. അപ്പോൾ ഇൻഡിഗോ സ്റ്റോക്ക് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ ഇൻഡിഗോയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഡിഗോ ഇന്നൊരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഇൻഡിഗോയുടെ ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവാൻ കണ്ടില്ലേ, ഈ ഒരു സോണിൽ നിന്ന് ഒരു നല്ല ബ്രേക്ക് ഔട്ട് വന്നതിന് ശേഷം അത് ഫെയിലായി താഴെ വന്നു. ആൻഡ് ഇവിടെ നോക്കി, ഇത് ഈ ഒരു ട്രെൻഡ് ലൈൻ പോലെ വന്ന് ഇവിടെ നല്ല രീതിയിൽ സ്റ്റോക്ക് പെർഫോം ചെയ്യാനുണ്ടോ, കണ്ടോ? ഒരു പെർഫെക്റ്റ് ട്രെൻഡ് ലൈൻ അല്ല, പക്ഷേ ഈ സ്റ്റോക്കിൻ്റെ ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ വർക്ക് ചെയ്യാനുണ്ട്. ഒരു ടെക്സ്റ്റ് ബുക്ക് ട്രെൻഡ് ലൈൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ ഈ ഒരു സോണാണ്. ഈ ഒരു സോണിലെത്തുമ്പോഴാണ് വലിയ വലിയ ക്യാൻഡിൽസ് വരുന്നത്. ഈ തവണ ഇൻഡിഗോ എന്നുള്ള സ്റ്റോക്ക് ഓരോ തവണ ഇടിയും തോറും ഈ ട്രെൻഡ് ലൈനിൻ്റെ ഈ ഒരു സോൺ എത്തുമ്പോഴത്തേക്കും സ്റ്റോക്ക് അപ്പ് പോകുന്നുണ്ട്. അതാ നോക്കി, വലിയ ബിഗ് ക്യാൻഡിൽ വരുന്നു. ഈ ട്രെൻഡ് ലൈൻ അടുപ്പിക്കുമ്പോൾ ഇതാ കണ്ടില്ലേ, വലിയ ബിഗ് ക്യാൻഡിൽ വരുന്നു, ഗ്രീൻ ക്യാൻഡിൽ വരുന്നു. ആൻഡ് അവിടെ നോക്കിയേ, സ്റ്റോക്കിന് എത്രയൊക്കെ സെൽ ഓഫ് പ്രഷർ വന്നാലും ഈ ഒരു ട്രെൻഡ് ലൈൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് റേഞ്ചാണ്. ഈ ഒരു ഏരിയ നല്ല സപ്പോർട്ട് റേഞ്ചായിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് പിന്നെ ഒരു സപ്പോർട്ട് റേഞ്ചായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള സോണ് ഇതാണ്, കണ്ടോ? അപ്പം ഇൻഡിഗോ നല്ല ബ്രേക്ക് ഔട്ടാണ് തന്നേക്കുന്നത്, ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. സോ നമുക്ക് പുൾ ബാക്കിലൊക്കെ ഈ സ്റ്റോക്ക് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ടാർഗറ്റ് വരുന്നത് 6600 ആണ് എൻ്റെ ടാർഗറ്റ്. പിന്നെ മാക്സിമം പുൾ ബാക്കിലൊക്കെ ആഡ് ചെയ്ത് ഒരു 6600 വരെയൊക്കെ ഈ സ്റ്റോക്ക് ഞാൻ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങളും ഈ സ്റ്റോക്ക് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇൻഡിഗോ. അടുത്തതാണ് ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റോക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പഠിക്കാൻ ശ്രമിക്കേണ്ട ഒരു കാര്യമാണ്. പുതിയ സ്റ്റോക്കുകളിൽ നമ്മളെന്താ പറയുക, ചെറിയ സ്റ്റോക്കുകളായാലും ശരി, നമ്മളിപ്പോൾ ട്രേഡ് ഒന്നും എടുത്തില്ലെങ്കിൽ പോലും നമ്മുടെ സ്റ്റഡി പർപ്പസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ലെവൽസൊക്കെ വരച്ചിട്ട് അതിൻ്റെ പ്രൈസ് ആക്ഷൻ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത സ്റ്റോക്കാണ് ഓൾ കാർഗോ ലോജിസ്റ്റിക്സ്. ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഈ സ്റ്റോക്ക് മോസ്റ്റ്ലി 98 rupees നിന്നാണ് ട്രേഡ് ചെയ്ത് തുടങ്ങിയത്. ആൻഡ് ഇപ്പോൾ നിൽക്കുന്നത് മോസ്റ്റ്ലി 75% ഇടിഞ്ഞതാன ശേഷം ഈ സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്ന റേഞ്ച് 34 rupees. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സ്റ്റോക്ക് നമ്മൾ പ്രൈസ് ആക്ഷൻ പഠിക്കാൻ വേണ്ടി എടുക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളും ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റ് ഇടുക. ആൻഡ് കണ്ടില്ല, ഇവിടെ ഒരു ചെറിയ ബേസ് ഉണ്ടാക്കി ഈ സ്റ്റോക്ക്. ആൻഡ് ഈ സ്റ്റോക്ക് തിരിച്ചെന്ത് സംഭവിച്ചു, ബ്രേക്ക് ഔട്ട് തന്നു ആൻഡ് ഒരു പുൾ ബാക്ക് തന്നു. തിരിച്ച് ഇനി ഇതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ ഈ പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 43 ആണ്, പക്ഷേ കുറച്ച് സ്ലോ ആണ് മൂവ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റ് ഇടുക. അപ്പോൾ ഇതുപോലെ ഞാൻ നോക്കുന്ന ഒരു സ്റ്റോക്കാണ് ദ്വാരികേഷ് ഷുഗർ എന്ന് പറഞ്ഞ സ്റ്റോക്ക്. ഇതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോകാം. ഈ ദ്വാരികേഷ് ഷുഗർ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഇങ്ങനെയാണ്. നല്ല രീതിയിൽ ഒരു ഡൗൺ സൈഡ് വന്നു, ഏകദേശം സിമിലർ പാറ്റേൺ ആണ്. നോക്കിയേ, നല്ല രീതിയിൽ ഡൗൺ സൈഡ് വന്നു. മോസ്റ്റ്ലി എത്ര രൂപയെന്നാണ് 140 ആ റേഞ്ചിൽ നിന്ന് ഈ സ്റ്റോക്ക് താഴെ വരുമായിരുന്നു. ആൻഡ് ഇതൊരു സപ്പോർട്ട് റേഞ്ചിലാണ് നിൽക്കുന്നത്. ആൻഡ് സപ്പോർട്ട് റേഞ്ചിൽ ഒരു ബേസ് ഉണ്ടാക്കി ആൻഡ് അവിടെ നിന്ന് കൺസോളിഡേറ്റ് ചെയ്തു. ആൻഡ് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഒരു 42 നിന്നാണെങ്കിൽ 47 അല്ലെങ്കിൽ 50 റേഞ്ച് വരെ ഈ സ്റ്റോക്ക് പോയി. ശേഷം ഒരു പുൾ ബാക്ക് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സ്റ്റോക്ക് ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ പഠിക്കുകയാണ്. അപ്പോൾ അടുത്ത ടാർഗറ്റിന് 55 ആൻഡ് 66. കാര്യം ഇതേപോലത്തെ സ്റ്റോക്കുകൾ വളരെ സ്ലോ ആണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളും പ്രൈസ് ആക്ഷൻ പഠിക്കാൻ ശ്രമിക്കാൻ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് വരുന്ന ദിവസങ്ങൾ വാച്ച് ചെയ്യാം. ഓൾ കാർഗോ ആൻഡ് ദ്വാരികേഷ് സിമിലർലി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കാണ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് നൈക്ക. അപ്പം വലിയ സംസാരമൊന്നും ഇല്ലാത്തൊരു സ്റ്റോക്കാണ് ഇപ്പോൾ നിലവിൽ നൈക്ക. ഇപ്പോൾ നോക്കിയേ, ഈ സ്റ്റോക്ക് മോസ്റ്റ്ലി 226, 228 റേഞ്ചിൽ നിന്ന് ഇടിഞ്ഞു താഴ്ന്നതാണ്. ഇതിൻ്റെ ഹൈ ഒക്കെ മുകളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ പറയുകയാണെങ്കിൽ 232 റേഞ്ചിൽ നിന്ന് ഇടിഞ്ഞു വന്നു. ആൻഡ് 158 നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടാണ്. ആൻഡ് എന്ത് സംഭവിച്ചു, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഈ സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്ത ശേഷം സ്റ്റോക്ക് ഭയങ്കരമായിട്ട് ഇല്ലിക്വിഡാണ് തോന്നുന്നു. വോളിയം ഈ ക്യാൻഡിൽസൊക്കെ കണ്ടില്ലേ, കുറച്ച് ഒരു എന്താ പറയുക, 2 വിക്സ് ഉള്ള സ്റ്റോക്കാണ്. കൂടുതൽ വിക്സാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ സ്റ്റോക്ക് ഭയങ്കര സൈലൻ്റ് ആണ് ഇപ്പോൾ നിലവിൽ. അപ്പോൾ എന്താ നോക്കിയാൽ, പക്ഷേ ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് സോൺ സൈലൻ്റ് ആയിട്ട് പുള്ളി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 209 ആണ് ഇന്നത്തെ ക്ലോസിങ്. 209.86 ഈ ഒരു റേഞ്ച് നല്ല രീതിയിൽ ഇന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 220 ആണ്. ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് 232. അപ്പോൾ ചിലപ്പോൾ സ്ലോ മൂവ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് പഠിക്കാൻ ഉപയോഗിക്കാം.
കാര്യം നമ്മൾ ഇങ്ങനത്തെ സ്റ്റോക്കുകളെല്ലാം പ്രൈസ് ആക്ഷൻ പഠിക്കാൻ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ ഒരു ജഡ്ജ്മെൻറ്റ് ശരിയാണോ ഇല്ലേ എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ നമ്മളിതേപോലെയൊക്കെ ചാർട്ടിൽ വരച്ച് എഴുതി നമ്മൾ കാത്തിരിക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബൈയിങ് സോൺ എന്ന് പറഞ്ഞാൽ ഒരു 190 ഒക്കെ നല്ല ബൈയിങ് സോണാണ്. 190 ഒക്കെ എത്തിയ നല്ല ബൈയിങ് സോണാണ്. കാര്യം ഇതൊരു ഇതേ കണ്ടില്ലേ, ഈ ഒരു റേഞ്ചിൽ നല്ല ബൈയിങ് പ്രഷർ ഉണ്ട്. അപ്പോൾ ഈ മേ ബി ഇതുവരെ ഒരു 190 ഒക്കെ വന്നു കഴിഞ്ഞാൽ മേ ബി നല്ല ബൈയിങ് പ്രഷർ വരും. ആൻഡ് 220, 230 ഒക്കെ ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ പഞ്ചാബ് കെം ആൻഡ് ക്രോപ്പാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് ഞാൻ കഴിഞ്ഞ വീക്ക് പറഞ്ഞിരുന്നു വാച്ച് ലിസ്റ്റിലിടാൻ. അപ്പോൾ സ്റ്റോക്ക് ഇന്നലെ വാച്ച് ലിസ്റ്റിലിട്ട് പഠിച്ചവർക്ക് മനസ്സിലാവും ഈ സ്റ്റോക്ക് ഇന്ന് നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് 2 ദിവസം മുന്നേ നടത്തിയിട്ടുണ്ട്. ആൻഡ് ഒരു റീടെസ്റ്റ് സോണിൽ നിൽക്കുകയാണ്. അപ്പോൾ നോക്കിയാൽ അറിയാം, ഇതൊക്കെ നല്ലൊരു ബൈയിങ് സോണാണ്. 1040 ഒക്കെ നല്ല ബൈയിങ് സോണാണ് ഈ സ്റ്റോക്കിൻ്റെ. അപ്പോൾ നമുക്ക് വാച്ച് ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് വന്നിട്ട് 1301, സെക്കൻഡ് ടാർഗറ്റ് വന്നിട്ട് 1397. ഈ സ്റ്റോക്കിനെ കുറിച്ച് അധികം പറയാത്തത് കഴിഞ്ഞ വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കാണ്. കണ്ടില്ലേ, ഈ 600 തൊട്ട് 700 നല്ല ബൈയിങ് സോണാണ്. ആൻഡ് ഇത് കണ്ടോ, ഈ സ്റ്റോക്ക് ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്ത് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ റീടെസ്റ്റ് ചെയ്ത ശേഷം ഒരു കൺസോൾട്ടേഷൻ, ഈ റേഞ്ചിൽ നല്ല സെല്ലിംഗ് പ്രഷറാണ് 1218 എന്ന്. അപ്പോൾ അവിടെ നിന്നാണ് ഒരു ബ്രേക്ക് ഔട്ട് തന്ന് സ്റ്റോക്ക് ഇപ്പം അതിന് മുകളിൽ ട്രേഡ് ചെയ്യുകയാണ്. പിന്നെ ഇന്നത്തെ വീക്ക്ലി ക്ലോസിങ് ആ റെസിസ്റ്റൻസിന് മുകളിലാണ്. സോ ഞാൻ ഇതിൽ കുറച്ച് പോസിറ്റീവാണ്. ഇപ്പോൾ 1301 ആൻഡ് 1397 ഞാനിപ്പോൾ ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം ഈ റെസിസ്റ്റൻസിന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വരുന്ന വീക്കിൽ നമുക്ക് ഏകദേശം തീരുമാനമാകും. അപ്പോൾ ഇതിൻ്റെ ഈ ബൈയിങ് സോണിൽ വരുമോ അതോ ഈ ടാർഗറ്റ് അടിക്കുമോ എന്നുള്ളത് നമുക്ക് വാച്ച് ചെയ്ത് കാണാം. സോ അപ്പം അടുത്ത കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡ്സിൻ്റെ പെർഫോമൻസ് ആയിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നാളെ മറ്റന്നാളോ. അപ്പോൾ ഈ വാച്ച് ലിസ്റ്റിലുള്ള നല്ല മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്സാണ്. അപ്പോൾ ഇതെല്ലാവരും വാച്ച് ചെയ്യുക ആൻഡ് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.